സത്യം പറയാലോ, ഇന്നത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നൊരു ഡയലോഗാണ് കേട്ടോ. അതാണ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 റെഡ് കാർഡ് വാങ്ങിച്ചിട്ടും ഒരു ഗോള് പോലും വഴങ്ങാതെ ആ 3 പോയിന്റും പോക്കറ്റിലാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെയോ പ്രതീക്ഷിക്കാനുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതുകൊണ്ട് മാത്രം ഈ മത്സരം അടിപൊളിയായിരുന്നു എന്നുള്ളതുമല്ല കേട്ടോ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആ കാര്യങ്ങളൊക്കെയാണ് എന്തായാലും ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ആൻഡ് സ്പോർട്സ് റിവ്യൂ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ ഒന്ന് കൂടുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വെൽക്കം ടു ആൻഡപ്പൻ ടോക്കീസ്. യെസ്, അപ്പോൾ എന്തായാലും 2025 ഒരു വിജയം കൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് തുടങ്ങാൻ പറ്റി എന്നുള്ള സന്തോഷ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ വെൽക്കം ബാക്ക് ടു ആൻഡപ്പൻ ടോക്കീസ്. ദിസ് ഈസ് RJ ആൻഡപ്പൻ. അപ്പോൾ എന്തായാലും നമ്മുടെ സ്പോർട്സ് റിവ്യൂയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ആൻഡ് നമ്മുടെ സ്പോർട്സ് റിവ്യൂയും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കൂടുന്ന കാര്യം മറക്കരുതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോവുകയാണ് കേട്ടോ. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു തുടക്കം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2025 ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാം മറന്ന് നമുക്കൊരു പുതിയ സ്റ്റാർട്ടിന് പറ്റിയ ഒരു ടൈം തന്നെയാണ്, ഏറ്റവും ബെസ്റ്റാണ്. ആൻഡ് പഞ്ചാബ് നമുക്ക് എന്തുകൊണ്ടാണ് ആ സമയത്ത് കൃത്യമായിട്ടുള്ളൊരു എതിരാളി ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ കഴിഞ്ഞ കുറേ മത്സരങ്ങൾ തോറ്റിരിക്കുകയാണ്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ മെൻ്റലി കുറച്ചൊന്ന് അട്ടിപ്പതറിയിരിക്കുകയായിരിക്കും. ആ സമയത്ത് കൃത്യമായിട്ടൊന്ന് അടിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, പഞ്ചാബാണ് സ്ട്രോങ്, പഞ്ചാബ് ജയിക്കാനാണ് ചാൻസ് എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞിരുന്നത്. എൻ്റെ പ്രിഡിക്ഷനും അതായിരുന്നു. പക്ഷേ ടു ബി ഓണസ്റ്റ് ഞാൻ പറയാലോ, നമ്മുടെ കളിയുടെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ രണ്ടാമത്തെ റെഡ് കാർഡ് ഉണ്ടല്ലോ, അതായത് ഐബന് കിട്ടിയ റെഡ് കാർഡ് 74ാമത്തെ മിനിറ്റിൽ കിട്ടിയ റെഡ് കാർഡ് കിട്ടുന്നത് വരേക്കുമുള്ളൊരു മത്സരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വാസ് ലിറ്ററലി ഒരു ഇച്ചിരി ശോകമായിരുന്നു എന്നുള്ളതാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പ്രത്യേകിച്ച് കാര്യം, ഒരു ഇന്ത്യൻ ഡിഫൻസ് ഇട്ടാണ് അവർ കളിക്കുന്നത്. ആകെ ഒരു ഫോറിൻ പ്ലെയർ മാത്രമേ അവർക്കുള്ളൂ. ടു ബി ഓണസ്റ്റ് ഒരു ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു ഇന്ത്യൻ സ്ക്വാഡിനെതിരെ തന്നെയാണ് നമ്മൾ മത്സരിക്കുന്നത്. എന്നിട്ട് പോലും അവരുടെ ഡിഫൻസിനെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് കയറി നല്ലൊരു ഷോട്ടോ അല്ലെങ്കിൽ നല്ലൊരു എന്നുള്ളൊരു ഫീൽ കിട്ടുന്ന മൊമെൻറ്റ്സ് ഒന്നും ക്രിയേറ്റ് ചെയ്യാനായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഈ 74 മിനിറ്റ് കഴിഞ്ഞ്, അതായത് രണ്ടാമത്തെ റെഡ് കാർഡ് കിട്ടിക്കഴിഞ്ഞിട്ടുള്ള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് വാസ് ലൈക്ക് അടിപൊളി. അത് എടുത്ത് പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ പുരുഷോത്തമനാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ തോമാച്ചനാണെന്നുണ്ടെങ്കിലും കൊള്ളാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ 3 മത്സരങ്ങളായി, 3-ൽ 1 തോൽവി 2 വിജയം എന്നുള്ളതാണ്, വിച്ച് ഇസ് എ വെരി ഗുഡ് റിസൾട്ട്സ്. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ കുറ്റം പറയണോ വേണ്ടയോ അല്ലെങ്കിൽ നല്ലത് പൊക്കി ഒത്തിരി പറയാൻ മാത്രമൊന്നും ആയില്ല. പക്ഷെ എന്നാലും ഓക്കെ കൊള്ളാമടെ എന്നുള്ളൊരു ഫീൽ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും അതിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ 74ാം മിനിറ്റിൽ രണ്ടാമത്തെ റെഡ് കാർഡും കിട്ടി നമ്മളാകെ 9 പേരായിട്ട് ചുരുങ്ങിയിരിക്കുന്ന സമയത്ത് നമ്മൾ കളിച്ചൊരു കളിയുണ്ട്. ആസ് എ ടീം നമ്മൾ കൃത്യമായിട്ട് ഡിഫെൻഡ് ചെയ്തു. സച്ചിനാണെന്നുണ്ടെങ്കിലും ക്ലിയറൻസ് എല്ലാം ആ 74 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതിന് മുമ്പുള്ള കാര്യം ഞാൻ ഇനി പറയാം. പക്ഷേ ആ 74 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിന് ഒരു വലിയ കയ്യടി കൊടുത്തേ പറ്റുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒറ്റ ഗോളിനെ നമ്മൾ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്ത് നമുക്ക് 97 മിനിറ്റ് വരേക്കും മത്സരം പോയിട്ടുണ്ടായിരുന്നു. അതുവരേക്കും പിടിച്ചു നിർത്തി നമുക്കൊരു വിജയം 3 പോയിൻറ്റ്സ് കയ്യിലാക്കാൻ പറ്റി എന്നുള്ളത് ന്യൂ ഇയർ ആയതുകൊണ്ടും എല്ലാം കൊണ്ടും നമുക്ക് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇനി മാച്ചിൻ്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു സംഭവമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഒരു 2-3 കാര്യങ്ങൾ പറയട്ടെ. അതിൽ ഒന്നെന്ന് പറയുന്നത് ആ നീല ജേഴ്സി, എന്ത് ഭംഗിയുള്ള ജേഴ്സിയാണെന്നറിയോ. ആ ഓറഞ്ചും വെള്ളയുള്ള, സത്യം പറയാൻ അത് കൊള്ളൂല. അതിൽ കാണുമ്പോൾ തന്നെ നമുക്കേ ഒരു എനർജി ഇല്ലാത്തൊരു ഫീലാണ്. പക്ഷേ ഇതിൽ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ഭയങ്കര ഒരു രസമൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ ഇംഗ്ലീഷ് കമൻറ്റേറ്ററി ആണോ കേൾക്കുക എന്ന് എനിക്കറിയില്ല, ഞാൻ അതാണ് കേൾക്കാറ്. പക്ഷേ അതിൽ തുടക്കത്തിൽ തന്നെ കമൻട്രിയിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സിനെ കാണാൻ ഭയങ്കര രസമുണ്ട് ബ്ലൂവിൽ എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു. അത് സത്യമാണ് കേട്ടോ. ബ്ലാസ്റ്റേഴ്സിനെ ബ്ലൂവിൽ കാണാൻ ഒരു രസമൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ എനിക്ക് അത്ഭുതം തോന്നിയതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നവോച്ച ഉണ്ടല്ലോ, നവോച്ച എപ്പോഴും വിങ്ങിലൂടെയൊക്കെ ഫ്രണ്ടിലേക്ക് കയറി വന്നു കഴിയുമ്പോൾ പുള്ളി ഇങ്ങനെ മുടി എപ്പോഴും ആക്കും. മുടി ഒരിക്കലും ഇങ്ങനെ ഒരു ഇതിൽ വെക്കാത്തൊരു പ്ലെയറാണ് പുള്ളി. മുടി വെട്ടിയതായിട്ടാണ് എനിക്ക് തോന്നിയത്. മുടി വെട്ടി നല്ലൊരു ലുക്കിലൊക്കെ വന്നു. ആൻഡ് ഐബനെ ഫസ്റ്റ് 11 കൊണ്ടുവന്നു, വിച്ച് ഇസ് വെരി ഗുഡ്. പക്ഷേ റെഡ് കാർഡ് കിട്ടി, അത് വേറൊരു വിഷയം. എന്നാലും എനിക്ക് പേഴ്സണലി തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 74 മിനിറ്റ് വരേക്കും പെനാൽറ്റി കിട്ടി
ശരി തന്നെയാണ്, അതവിടെ ഇരുന്നോട്ടെ. ആ പെനാൽറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചാബിനെതിരെ ആയിട്ടുള്ള മത്സരമൊന്നും ആയിരുന്നില്ല, ഒരു ആവറേജ് മത്സരം തന്നെയാണ് കാഴ്ചവെച്ചത്. പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, മൊത്തം ഒരു ഇന്ത്യൻ സ്ക്വാഡുമായിട്ട് നല്ല ഒന്നാം തരം ഫോർവേഡ് ലൈനുള്ള ഒരു ടീമുമായിട്ടാണ് കളിക്കുന്നത്. സോ എന്നിട്ടും അവർ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്തു എന്നുള്ളതാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് മോശമായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ ഒരു കാര്യമുണ്ട്, അതായത് നിഹാലിനൊരു ബോൾ കിട്ടിയിട്ട് സച്ചിൻ സേവ് ചെയ്തുകൊണ്ട് അത് ഗോളായില്ല. അതൊരു എനിക്ക് തോന്നുന്നു നമ്മുടെ അവിടെ നിന്ന് എന്തോ ഒരു ഫ്രീ കിക്ക് കാര്യം, എനിക്ക് കൃത്യം ഓർമ്മ വരുന്നില്ല, ഫ്രീ കിക്ക് കാര്യം കിട്ടിയിട്ട് അതിന് നേരെ ബോൾ ഡിഫ്ലക്റ്റ് ചെയ്ത് നിഹാലിൻ്റെ കാലിലേക്ക് എത്തുമായിരുന്നു. അതോ പാസ്സായിരുന്നു എന്ന് എനിക്കറിയില്ല. എന്തായാലും നിഹാലിൻ്റെ കാലിലേക്ക് എത്തുന്നു. നിഹാൽ ഒറ്റയ്ക്ക് ഓടിച്ചെന്ന് സച്ചിൻ്റെ അവിടം വരേക്ക് എത്തിയിട്ട് ഒരു ഷോട്ട് എടുത്തു. പക്ഷേ സച്ചിൻ കൃത്യമായിട്ട് പൊസിഷനിങ്ങിലും കറക്റ്റ് സേവ് ഇട്ടതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷേ ആ സമയത്ത് അതുവരേക്കും ഏകദേശം ഒരു 40 മിനിറ്റ് 45 മിനിറ്റിൽ എന്തോ ആണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതുവരേക്കും എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, കേരള ബ്ലാസ്റ്റേഴ്സ് കൊള്ളാലോ, അധികം മുന്നോട്ട് കയറാതെ കുഴപ്പമില്ലാതെ ഡിഫെൻഡൊക്കെ ചെയ്ത് കളിക്കുന്നുണ്ടല്ലോ എന്ന് മനസ്സിൽ വിചാരിക്കുമായിരുന്നു. പക്ഷെ ആ ബോൾ നിഹാൽ എടുക്കുന്ന സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാഫിൽ ഒരൊറ്റ ഡിഫൻഡറിനെ പോലും കാണാനുണ്ടായിരുന്നില്ല. എന്തോന്നിടയത് അത് എന്ത് ടൈപ്പ് ഓഫ് പൊസിഷനിങ് ആണത് എനിക്ക് മനസ്സിലായില്ല. അതെന്തായാലും കോച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സച്ചിനും ആക്ച്വലി ചെറിയ മിസ്റ്റേക്സ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഈ അവസാനത്തെ ആ 74 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള സച്ചിൻ വാസ് വെരി ഗുഡ്. നല്ല രീതിയിൽ ക്ലിയർ ചെയ്യുന്നുണ്ടായിരുന്നു, ബോൾ ക്യാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അതിലൊരു ഡയലോഗുണ്ട്, നമ്മൾ ക്യാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി ഗെറ്റ് 30 സെക്കൻഡ്സ്. അപ്പോൾ അങ്ങനെ 30 സെക്കൻഡ്സ് കിട്ടുകയാണ്. എസ്പെഷ്യലി നമ്മൾ 2 പേരെ നഷ്ടപ്പെട്ടു 9 പേരായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മാക്സിമം ബോൾ വാങ്ങിച്ച് സമയം വേസ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കാര്യമൊക്കെ സച്ചിൻ 74 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള സച്ചിൻ വാസ് വെരി ഗുഡ്. പക്ഷെ അതിന് മുമ്പ് ഇടയ്ക്ക് വെച്ചൊക്കെ പുള്ളി ഇടയ്ക്കൊരു മിസ്റ്റേക്കൊക്കെ കാണിച്ചൊരു ഗോൾ വഴങ്ങി എന്ന് വിചാരിക്കുന്ന സിറ്റുവേഷൻ വരെയൊക്കെ എത്തിച്ചായിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമ്മൾ ജയിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കേണ്ട, പക്ഷെ കോച്ച് അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. പിന്നെ മിലോസിൻ്റെ കാര്യം, മിലോസിൻ്റെ ആദ്യത്തെ ഫൗൾ വാസ് ഓക്കെ. രണ്ടാമത്തെ ഫൗള് ജസ്റ്റ് ഒരു ടച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓൾറെഡി യെല്ലോ കാർഡിലായിരുന്നു. രണ്ടാമത്തെ യെല്ലോ കാർഡ് കിട്ടിയിട്ടാണ് പുള്ളി പുറത്ത് പോകുന്നത്. അത് റെഡിലേക്ക് പോകേണ്ട സാധനമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ റെഫറിയുടെ ഒരു കോളാണ്. പിന്നെ രണ്ടാമത് അത് വലിയ ഫൗളൊന്നും ആയിരുന്നില്ല, മച്ചാൻ ആക്ഷൻ ചെയ്തതാണ്, കുറച്ചൊക്കെ ഒന്ന് അഭിനയിച്ചു, അത് കൃത്യമായിട്ട് നമുക്ക് പണി കിട്ടി. ആ പണിയുടെ ഒരു വിഷമം മാറുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മലയാളി താരത്തിനെ ഫൗൾ ചെയ്തുകൊണ്ട് ഐബൻ വീണ്ടും ഒരു റെഡ് കാർഡ് വാങ്ങിച്ച സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ വലിയൊരു കുഴിയിലേക്ക് തള്ളിയിടേണ്ട ഒരു സംഭവമായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മേ ബി അതിനൊരു കാരണം അവരുടെ ഇന്ത്യൻ സ്ക്വാഡായിരുന്നു. അവർക്ക് ഫോറിൻ പ്ലേയേഴ്സ് ഒന്നും അധികം ഉണ്ടായിരുന്നില്ല എന്നുള്ളതൊക്കെ നമുക്ക് പോസിറ്റീവായിട്ട് വന്നിട്ടുള്ളൊരു വശമായതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട. പക്ഷേ എന്നിട്ട് പോലും നമുക്ക് പലപ്പോഴും ഒരു ഡോമിനൻസ് കാണിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. പക്ഷേ അതൊക്കെ ഇനി പോയ കാര്യമാണ്. ഇനി അടുത്ത മത്സരം ആകുമ്പോഴേക്കുമാണ് ഇതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കേണ്ടത്. ഈ മത്സരത്തിൽ നമുക്ക് 3 പോയിന്റ് കിട്ടി, അടിപൊളിയായിരുന്നു, ഉഷാറായിരുന്നു എന്നുള്ള കാര്യം മാത്രമാണ്. പിന്നെ വേറൊരു കേസ്, ഞാനിതിൽ പോയിന്റ്സ് എല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ വേറൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കോച്ച് 2 പേരും തോമാച്ചനാണെന്നുണ്ടെങ്കിലും TP പുരുഷോത്തമൻ എന്നല്ലേ, TP പുരുഷോത്തമനാണെന്നുണ്ടെങ്കിലും വാസ് ഗുഡ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയില്ല, 96 മിനിറ്റ് കഴിഞ്ഞതും അവർ ഒരു ക്ലോക്കിൻ്റെ ടൈമിൻ്റെ സാധനമൊക്കെ പൊക്കി കാണിച്ചുകൊണ്ട് റഫറിയെ ഇത് കാണിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ നല്ലൊരു ആക്ഷനായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. കാരണം ഫുട്ബോളിൽ ഇതുപോലുള്ള സംഭവങ്ങളും അതുപോലെ നമുക്ക് ഫൗളുകൾ ചോദിക്കുകയും ബാക്കി കാര്യങ്ങളും ഇതൊക്കെ വേണ്ടതാണ്. പലപ്പോഴും അതൊക്കെ നമ്മുടെ കയ്യിൽ ലാക്ക് ചെയ്യുന്ന പോലെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ അതൊക്കെ കുറേ കാര്യങ്ങൾ 2025 ഒരു പോസിറ്റീവ് വശങ്ങളായിട്ട് തോന്നി. പക്ഷെ ഞാൻ പറയാലോ, ഇത് കളിച്ച് ജയിച്ചു ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 74 മിനിറ്റ് വരേക്കും നമ്മൾ കളിച്ചില്ല. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ബ്ലാസ്റ്റേഴ്സ് വാസ് ഗുഡ്. അത് ഡിഫെൻഡ് ചെയ്തു എന്നുള്ളതാണ്, കളിച്ചു എന്നുള്ള കളി തന്നെയാണ് ഡിഫൻസ്. എന്നാലും ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. കാരണം 2 പേരെ റെഡ് കാർഡ് കിട്ടി പുറത്തായതിനു ശേഷം നമ്മൾ പിടിച്ച് നിന്നു ജയിച്ചു എന്ന് പറയുന്നത് ഒരിക്കലും സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ല. അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇനി എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും, ഇനി ഞാൻ പറഞ്ഞതുപോലെ തന്നെ എങ്ങനെയാണെങ്കിലും അതിപ്പോൾ നമ്മൾക്ക് അവർക്ക് കിട്ടേണ്ട ഒരു പെനാൽറ്റി അവർക്ക് കിട്ടാതെയോ കിട്ടിയിട്ടോ എങ്ങനെയെങ്കിലും ഒക്കെ ആണെങ്കിലും നമുക്ക് 3 പോയിന്റ് കിട്ടുക എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ
10ാം സ്ഥാനം വിട്ടുകൊടുക്കില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു. അതെന്തായാലും വിട്ടുകൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 9ാം സ്ഥാനത്തേക്ക് നമ്മൾ കുതിച്ചു. പഞ്ചാബിനേക്കാളും 1 പോയിന്റ് ഡിഫറൻസ് ആണ്. പക്ഷേ പഞ്ചാബിന് ഇനി 2-3 മത്സരങ്ങളും കൂടെ നമ്മുടെ ഒപ്പം എത്താൻ, നമ്മളിപ്പോൾ 15 മത്സരമായി, അവർ 13ാം മത്സരം എന്തോ ആണെന്നാണ് എൻ്റെ ഓർമ്മ. നമ്മൾ 17 പോയിൻറ്റും ആയിട്ടുണ്ട്, വിച്ച് ഇസ് വെരി പോസിറ്റീവ്. നമുക്ക് അറ്റ്ലീസ്റ്റ് ടോപ്പ് 6-ലേക്കെങ്കിലും എത്താനായിട്ട് ഈ ഒരു സ്റ്റാർട്ട് ഉണ്ടല്ലോ 2025 ഈ ഒരു സ്റ്റാർട്ട്, അത് ഉണ്ടാവട്ടെ എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നാനുള്ളത്. പിന്നെ എൻ്റെ പ്രൊഡിക്ഷൻ ശരിയായി കേട്ടോ. ഞാൻ ഇന്നലത്തെ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഞാൻ മനസ്സുകൊണ്ട് പറഞ്ഞത് അറ്റ്ലീസ്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ഗോളിനെങ്കിലും ജയിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സീൻ ഉണ്ടായിരുന്നു. സോ ഇപ്പോൾ എന്തായാലും പ്രഡിക്ഷൻ ശരിയായതിൽ ഐ ആം ഹാപ്പി. പക്ഷേ കളി വൈസ് എത്രമാത്രം ഞാൻ ഹാപ്പി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് മുഴുവനായിട്ട് പറയാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളിച്ച് ഭയങ്കരമായിട്ട് പെർഫോം ചെയ്ത് ജയിച്ചതുപോലെയല്ല, നമ്മൾ ഡിഫെൻഡ് ചെയ്തു. പക്ഷേ എവിടെയൊക്കെയോ നമ്മുടെ എന്തൊക്കെയോ കുറേ മിസ്റ്റേക്കുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളതുപോലെ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇനി അടുത്ത മത്സരങ്ങളിൽ, ഇനിയിപ്പോൾ എന്തായാലും നമ്മുടെ ഹോം മാച്ചാണ്, ഒഡീസയ്ക്കെതിരെയാണ്, അടിപൊളിയായിരിക്കുന്നു വിചാരിക്കുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഈ മത്സരത്തെ പറ്റി താഴെ കമൻറ്റ് ചെയ്യുക. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി കേട്ടോ. അതായത് ഞാൻ ഈ നമ്മുടെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലൊക്കെ മറ്റേ 1 ലാസ്റ്റ് റൈഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്ന പോലത്തെ സീനൊക്കെ ഉണ്ടല്ലോ, അതുപോലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാഹുലിനൊരു 1 ലാസ്റ്റ് മാച്ചൊക്കെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചു. ചിലപ്പോൾ ഇനി ജനുവരി കഴിയാൻ ഇനിയും സമയമുണ്ട്, അതിൻ്റെ ഇടയിൽ ഇനിയും മത്സരങ്ങളുണ്ട്, വരുമായിരിക്കും. പിന്നെ രാഹുലിനെ ബ്ലൂ ജേഴ്സിയിൽ കാണണം എന്നൊക്കെ ഉണ്ട്. ബിക്കോസ് ഐ ലൈക്ക് ഹിസ് പ്ലേ. അതുകൊണ്ടാണ് എനിക്ക് പുള്ളി ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോഴും കാണുമ്പോഴും ഒക്കെ എന്തോ ഒരു നമ്മുടെ ഒരു നെയ്ബർ ബോയ്, വെരി നെക്സ്റ്റ് ഡോർ ബോയ് ഒരു ഫീലൊക്കെ രാഹുലിനെ കാണുമ്പോൾ തോന്നാറുണ്ട്. എനിക്ക് പുള്ളിയായിട്ട് പരിചയമൊന്നുമില്ല, പക്ഷെ എന്നാലും അങ്ങനെ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ രാഹുലിനെ ചിലപ്പോഴൊക്കെ പൊക്കി പറയാറുള്ളത്. പിന്നെ പുള്ളിയുടെ കളിയും മോശമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. ഗോൾ സ്കോർ ചെയ്യാറുള്ളത് ആ ഒരു സംഭവമാണ്. നമ്മളെന്തായാലും വിഷയത്തിൽ നിന്ന് കടന്നു പോകുന്നൊന്നുമില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പഞ്ചാബിനെതിരെയുള്ള മത്സരത്തിൽ എന്താണ് തോന്നിയതെന്നുള്ളതും കൂടെ താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇനി അടുത്തത് ഒഡീസ എഫ്സിയുമായിട്ടുള്ള മത്സരമാണ്, അതിനെ പറ്റിയിട്ട് എന്തായാലും നമുക്ക് പറയാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് പ്ലീസ് ഗൈസ്, എന്നെ ഒന്ന് സഹായിക്കണം. സോ ആൻഡപ്പൻ ടോക്കീസിൽ നിന്നും ആൻഡപ്പൻ ഇസ് സൈനിങ് ഓഫ്.